ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഏകദേശം 2 മാസമായെന്ന് തോന്നുന്നു. അപ്പൊ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരാമെന്ന്. പക്ഷെ നടക്കുന്നില്ല. എന്താ ചെയ്യാ? ഞാനിപ്പോ അറ്റ് പ്രസന്റ് നാട്ടിലാണ്, എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോ സാധാരണ രീതിയിൽ നാട്ടിൽ വരുമ്പോ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ. ഇപ്പോ ആ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം. ഒരാള് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്റെ അച്ഛനെ പഠിപ്പിച്ചു. അപ്പോ എന്താ പറയാ, ഞാനിപ്പോ നാട്ടിൽ വെക്കേഷൻ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി, 1 മാസമായി ഞാൻ നാട്ടിൽ ഇപ്പൊ ഉണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു ദുബായ്. അപ്പൊ അതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. പിന്നെന്താ, എനിക്കറിയില്ല, നിങ്ങൾ എന്നെ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എന്നോട് പോയി ചേച്ചി കാണുന്നില്ലല്ലോ, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഒരു വീഡിയോ ഇട്ടേക്കാം. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ പുറത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്. അവർക്ക് വേണ്ടി വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി വീഡിയോ ഇടാനോ അല്ലെ? അപ്പോ എന്ത് പറയാനാ, നാട്ടിൽ വരുമ്പോ ഞാൻ സത്യം പറഞ്ഞത്, ഇതാണ് എന്റെ അച്ഛന്റെ ലോകം, ഈ ഹോള്. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അച്ഛൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഞാൻ ഇപ്പോഴും വരാറില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മാത്രം ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് അവർ വിടാന്നല്ലാതെ അല്ലാത്ത സമയം ഞാൻ ഇവിടെ നിൽക്കാറില്ല. എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചതാണ്. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ എന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുക. മാത്രല്ല എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ അച്ഛനെ ഞാൻ സ്വപ്നം കാണും. ആഹ് അമ്മ പോയപ്പോഴും എനിക്ക് നല്ല വിഷമമായിരുന്നു. പക്ഷെ ആ സമയത്ത് അച്ഛൻ എന്നുള്ള ഒരാളുണ്ടായിരുന്നു നമുക്ക് പ്രയോറിറ്റി ആയിട്ട്. അച്ഛനെ നോക്കണം, അച്ഛന്റെ അസുഖങ്ങൾ വരുമ്പോ ഓടി വരണം. അങ്ങനെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അച്ഛനിലോട്ട് പോയി. അപ്പൊ അച്ഛനും ഇല്ലാണ്ടായപ്പോഴാണ് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളത്. ഞാൻ എപ്പോ പറഞ്ഞാലും എന്റെ ഇഷ്യൂ ഇതാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ഇടാത്തത്. അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ മാക്സിമം ബിസി ആയിട്ടിരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞ കുക്കിംഗ് നോർമൽ നമ്മൾ കുക്കിംഗ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു വീഡിയോ ചെയ്യാനെന്നുള്ളൊരു ആഗ്രഹമില്ല, താല്പര്യമില്ല. പിന്നെ കുറേ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ റെസിപ്പികളും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി പുതിയതായിട്ടൊന്നും ഉണ്ട്, പുതിയതായിട്ടൊക്കെ. പക്ഷെ ഒരു എന്തോ നമ്മുടെ ഓരോ ഫേസ് അല്ലേ നമ്മുടെ ലൈഫിലെ ഓരോ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ മനസ്സിലാക്കുന്നു ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുക്കിംഗ് തീർച്ചയായിട്ടും ചെയ്യും, ഇല്ല എന്നല്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് പക്കയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടാം. കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റ് റെസിപ്പീസ് ഞാൻ ചിരിച്ചിരിയാന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷം. പിന്നെ ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവനും നമ്മുടെ വീണമോൾ ബസിന്റെ കാര്യം, ബിസിനസ്സും അതുപോലെ തന്നെ മനീക്ക ജ്വല്ലറിക്കാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്, നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കണം, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. വെറുതെ ഇരുന്ന എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ബിസിനസ്സിലോട്ടൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ അറ്റ് പ്രസന്റ് ജ്വല്ലറിയുടെ നമ്മുടെ ഓണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കൂടെ ഓണത്തിനിടയ്ക്ക് കുത്തുവെച്ചോടം എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പൊ ഓണത്തിന്റെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ മറക്കരുതേ. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ ഭയങ്കര മഴയുടെ കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അത് നോക്കി പ്ലാൻ ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. പിന്നെന്താ, പിന്നെ കുട്ടമ്പായിയുടെ വീഡിയോ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എടുക്കാം. കുട്ടേട്ടനാണെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരാൾ പോയപ്പോ എല്ലാവരും ഒതുങ്ങിപ്പോയി. അപ്പൊ കുട്ടേട്ടനും പണ്ടെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ആ ഇഷ്ടങ്ങളൊക്കെ പോയി എന്നുള്ളതാണ് സത്യം. പിന്നെന്താ, ജാൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, 3 ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് ദുബായിലോട്ട് പോയി. ഇപ്പൊ ഞാനും നന്ദമോനാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ജോലി ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നു. അച്ഛനമ്മയുടെ കാര്യം പറയാനാണെങ്കിൽ അവരൊരു കടുത്ത തീരുമാനം എടുത്തു. അതെനിക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് മാറി. അപ്പോ അവരിപ്പോ തൃശ്ശൂർ ഫ്ലാറ്റിൽ ഇല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടപ്പോ തൃശ്ശൂർ ഫ്ലാറ്റിൽ അച്ഛനും ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ അവരങ്ങോട്ട് മാറി. അപ്പൊ ആദ്യം ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടത്തെ അച്ഛൻ പോയി, അച്ഛനും അമ്മയും വീട്ടിലില്ല എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത്, മോൾക്ക് വിഷമായോ, ഇന്നതാണ് റീസൺ എന്ന് പറഞ്ഞത്. അതായത് അമ്മ അച്ഛനും പറഞ്ഞ റീസൺ എന്ന് വെച്ചാല്, നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അച്ഛനിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നടക്കാനൊക്കെ, അസുഖങ്ങളുടെ ഭാഗമായിട്ട്. അമ്മയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മ ഇപ്പോ 73 ആയി. അപ്പൊ അമ്മ പറഞ്ഞത് വെച്ചാല് അവിടെ ജോലിക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കുക്കിങ്ങിന്. അപ്പൊ 73 വയസ്സ് വരെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും നമുക്കൊരു റെസ്റ്റ് വേണം. മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ കുക്കിങ്ങിന് വരുന്ന പലർക്കും കുക്കിംഗ് അറിയില്ല. നമ്മൾ ഓഫീസിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഓഫീസിൽ നിന്ന് എടുക്കുമ്പോൾ അവര് കുക്കിംഗ് അറിയാന്ന് പറഞ്ഞിട്ടാണ് ആളെ വിടുന്നത്. പക്ഷെ വീട്ടിൽ വരുമ്പോഴാണ് അവർക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങളൊന്നും പലതും അറിയില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അമ്മ ഈ ഇവർക്കും എല്ലാം പറഞ്ഞു കൊടുത്ത് രാവിലെ ചിലപ്പോൾ 8 മണി 9 മണിയാകുമ്പോൾ വരുമ്പോൾ അപ്പൊ അമ്മ അവർക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെക്കണം.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്ത് ഒരു 10-15 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും 10 ദിവസം തന്നെ അവർ പോകും. പിന്നെ അടുത്ത ആൾ വരും. ഇത് സെയിം കാര്യം റിപ്പീറ്റഡ്ലി ഹാപ്പനിങ്. അപ്പൊ അമ്മ പറയുന്നത് മടുത്തുപോയി. അതേപോലെ അച്ഛന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛനിപ്പം അധികം പുറത്തൊന്നും ഒക്കെ പോവാത്ത കാരണം അച്ഛന് ബോറടിക്കുന്നു. അതേപോലെ സംസാരിക്കുന്ന ആളില്ല. അപ്പൊ അവിടെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ്. എല്ലാവരും അവരുടെ ലൈഫായിട്ട് ബിസിയാണ്. അവർക്ക് അങ്ങനെ ഒരു ലോൺലി ഫീലിംഗ് ആയി പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അച്ഛനമ്മ അവിടെ പോയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. പിന്നെ മാത്രമല്ല അച്ഛന്റെ പഴയ കൊളീഗ്സും അത് അമ്മയുടെ ഒരു കൊളീഗ് ടീച്ചറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അച്ഛനമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് ചാലക്കുടി അടുത്ത് മേലൂർ എന്നുള്ള ഒരു സ്ഥലത്തോട്ട് മാറി. അപ്പൊ അതാണ് അടുത്തൊരു പ്രശ്നം. അപ്പൊ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ പല 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 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മെയിൻ ആയിട്ട് ഇപ്പൊ ഞാനും നോക്കിയത് അവരുടെ ഹാപ്പിനെസ് ആണ്. അവരവിടെ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ നോക്കാൻ നേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അമ്മ പറയുന്നു 4 നേരം ഭക്ഷണം സമാധാനമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ എന്നാണ് ഇപ്പൊ അമ്മയുടെ ഒരു സന്തോഷം. അപ്പൊ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ആരോഗ്യമുണ്ട്, നമുക്ക് പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ കുഴപ്പമില്ല. പക്ഷെ അവരുടെ ഏജിലോട്ട് വരുമ്പോ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ആദ്യം എനിക്ക് പറ്റിയിരുന്നില്ല. ആദ്യം നമ്മൾ ഇമോഷണൽ ആകുമ്പോഴുണ്ടല്ലോ, അയ്യോ എന്താ അവരങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവര് പറഞ്ഞ കറക്റ്റാ. പ്രായമാവുന്നവരും ഭയങ്കര ഇമോഷണൽ കൂടിക്കൊണ്ടിരിക്കുക. ഹോർമോൺ ചേഞ്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. സോറി കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അച്ഛനമ്മ ഇങ്ങനെ മൂവ് ചെയ്തു, ഇവിടുത്തെ ഇങ്ങനെയായി. അപ്പൊ നാട്ടില് കുറച്ച് ദിവസം കൂടെ ക്ലാസ്സുണ്ട്, അത് കഴിഞ്ഞാൽ തിരിച്ച് ദുബായിൽ പോകും. പിന്നെ ഞാൻ ഇടയ്ക്ക് 1 മാസം 2 മാസം കൂടുമ്പോൾ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. അത് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ കുറെ പേര് ചോദിച്ചു നമ്മുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണോ. നമ്മൾ വീട് പൂട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ വീട് പഴയ പോലെ തന്നെ ഉണ്ട്. അച്ഛനില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടാട്ടനും അജന്ത ചേച്ചിയും സരോജിനി ചേച്ചിയും ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നും ഓടി വരാൻ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കാൻ പോലും എനിക്ക് പറ്റില്ല. പിന്നെ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിലൊക്കെ പറമ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു, ചെടി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടവർക്കൊക്കെ. അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ ബോറടിക്കും. അപ്പൊ കുട്ടേട്ടൻ സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു. നാട്ടിലിപ്പോ ഇതുപോലെ തന്നെ ലീവിന് വരികയാണെങ്കിലും പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കയറിറങ്ങൽ തന്നെയാണ് ഇപ്പോഴും എന്റെ ജോലി. മുഴുവനും കഴിഞ്ഞിട്ടില്ല. അപ്പോ കാരണം അച്ഛന് വയ്യായെങ്കിൽ പോലും അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുന്നു നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ അച്ഛൻ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വലിയൊരു എന്താ പറയുക സമാധാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ലീഗൽ സർട്ടിഫിക്കറ്റ് കിട്ടി ആഫ്റ്റർ 6 months ആണ് നമുക്ക് സാധനം കിട്ടിയത്. അപ്പൊ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ സർക്കാർ ഓഫീസുകളിലും അക്ഷയ സെന്ററിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അക്ഷയ സെന്ററിലെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ അക്ഷയ സെന്റേഴ്സിനും അടച്ചല്ല പറയുന്നത് കേട്ടോ. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ നല്ലതും ചീത്തയും വശങ്ങളും. അപ്പോൾ ഞാനിപ്പോ കുറേ സ്ഥലത്ത് പോയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും പുറത്തുള്ള ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരുടെ സമയത്തിന് വിലയുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ US നിന്നും UK നിന്നും അല്ലെങ്കിൽ നമ്മുടെ UAE എന്നൊക്കെ വരുമ്പോൾ നമ്മൾ 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ചിലവര് 1 മാസം പോട്ടെ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഇത്ര ദിവസത്തിന് വേണ്ടി നമ്മൾ ലീവിന് വരുന്നത്. അപ്പം നമ്മൾ ഓടി പിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവര് അക്ഷയ സെന്ററിലൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒന്നാമത് അവരുടെ പെരുമാറ്റം ഒന്ന് ചിരിക്ക പോലും ഇല്ല. അത് അക്ഷയ സെന്റർ മാത്രമല്ല കേട്ടോ, പല സർക്കാർ ഓഫീസുകളിലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ചെല്ലുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് മുഖം വീർപ്പിച്ച് എന്തോ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ നമ്മൾ എടുക്കാൻ വരുന്ന പോലുള്ള ഒരു ഫീലിംഗിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ ഒരാൾ മരിച്ചതിന്റെ ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിൽ അത്രയും സങ്കടത്തോടു കൂടി നമ്മളൊരു ഓഫീസിലോട്ട് കടന്നു ചെല്ലുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ വീട്ടില് ചിലപ്പോൾ ഇഷ്യൂസ് അന്നത്തെ ദിവസം എന്തെങ്കിലും മോശം ദിവസമായിരിക്കാം. അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു ജോലിയാണ് അത്. നമ്മളൊന്നും നോക്കില്ല, എങ്ങനെ ഇരിക്കും എന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ പറയും. അപ്പൊ ഒന്ന് ഫേസിൽ നോക്കിയിട്ടൊന്ന് ചിരിച്ചൊന്ന് സംസാരിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിലോട്ട് ഒരാൾ കടന്നു വരുമ്പോ അദ്ദേഹത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്താ പറയാ, ഒന്ന് പ്ലസന്റ് ആയിട്ടൊന്ന് വിഷ് ചെയ്യുക. ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അമ്മ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ചേച്ചി, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം, എന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഇഷ്യൂസ് ഒന്ന് സോൾവ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ മുഖം വീർപ്പിച്ച് അവരിങ്ങനെ സീരിയസ് ആയിരിക്കുമ്പോൾ തന്നെ പകുതി കഴിഞ്ഞു കത്തിക്കില്ല. നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇത്ര പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച്
റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന ദിവസം വരൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആ സ്വരുക്കൂട്ടി ഒരുമിച്ച് കൊണ്ടുവരും. ഇത് ഒരു സംഭവം കൊണ്ടുവരാൻ പറയും, അത് കൊണ്ടു കൊടുക്കുമ്പോൾ പറയും ഇനി അടുത്തത് കൊണ്ടുവരാൻ പറയും. അപ്പൊ അതിന് വേറെ സ്ഥലത്ത് നമ്മൾ ഓടിപ്പോയി അതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് കൊണ്ട് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അടുത്തത് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഇങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ സാധാരണക്കാരും മനുഷ്യരിട്ടിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു ചോദിക്കും അത് എന്തുകൊണ്ട് സാറേ, അല്ലെങ്കിൽ എന്താ മാഡം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതേസമയം ചില ആൾക്കാർ ഈ പാവപ്പെട്ട അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഇട്ട് ഓടിക്കുകയാണ്. അവർക്ക് പാവങ്ങൾക്കൊന്നും അറിയില്ല. ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിലും ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. എന്റെ മാത്രമല്ല കേട്ടാ, ഒരുപാട് പേരുടെ. അപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടപ്പോ കുറെ പേര് പറഞ്ഞത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരോട് കുറച്ചും കൂടെ ഒരു ദേഷ്യമുള്ള പോലെ അല്ലെങ്കിൽ ഒരു എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് അവർ പെരുമാറുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന എല്ലാ അക്ഷയ സെന്റേഴ്സും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം ഞാൻ പറയുന്നത് കുറച്ച് പേര് അത് അടിവരയിട്ട് പറയണം. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് കമന്റ് വരുമ്പോൾ എല്ലാവരും അങ്ങനെയല്ല. സത്യമാണ്, എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ കൂടുതലും അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരുടെ ജീവിതവും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ദിവസത്തിൽ ഒരാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ലിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ കയറി ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമല്ലേ. ചില ആൾക്കാർ നന്നായി സംസാരിക്കും, ചിലതൊന്നും മിണ്ടും, ചില ആൾക്കാർ നല്ലോണം പുഞ്ചിരിക്കും, അതേസമയം ചില ആൾക്കാർ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടിരിക്കും. അത് ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയാണ്. എങ്കിൽ പോലും നമുക്ക് നാളെ എന്താണെന്ന് അറിയില്ല, നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല, നാളെ ജീവിച്ചിരിക്കണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പൊ മരിച്ചു പോകേണ്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പോ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിൽപ്പരം വേറെ ഒരു കാര്യം ഒരു പുണ്യം കിട്ടാനില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന്. നിങ്ങളുടെ കമന്റുകൾ ഇടാൻ മറക്കരുത്. ഐ മിസ് യു ഓൾ, ലവ് യു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്, നമ്മൾ പറയണൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതാണ് അച്ഛന്റെ സാമ്രാജ്യം. ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുട്ടേട്ടൻ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ അജി ചേച്ചിയും സരോജിനി ചേച്ചിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ബോറടിക്കും അല്ലെങ്കിൽ എന്താ ചെയ്യുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ ഓരോ മുറി ഓരോ ദിവസം എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ഗണപതിയൊക്കെ അച്ഛന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഗണപതിയാണ്. എന്ത് വെയിറ്റാന്നറിയാമോ. അപ്പൊ അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമല്ലല്ലോ. തുടച്ച് ക്ലീൻ ചെയ്ത് വിളക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതില് എനിക്ക് ഫിഷ് ടാങ്ക് ഒന്ന് ഒഴിവാക്കണം എന്നുണ്ട്. കാരണം അത് കുട്ടാട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ. അപ്പൊ അത് മാത്രം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കാറുകളിൽ ബെൻസ് കൊടുത്തു. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കാറ്. മറ്റേത് ജാൻചേട്ടൻ്റെ അച്ഛൻ്റെ കാറാണ്. അത് നമ്മൾ വിൽക്കാൻ പോവുകയാണ്. അച്ഛനിപ്പോൾ വണ്ടി ഓടിക്കണമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഇന്നോവ കാർ അവിടെ കൊണ്ടിട്ടു. ഇത് അർബൻ ക്രൂസറാണ്. അപ്പം അത് വിൽക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് 2022 മോഡലാണ്. 14,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. കാലുകൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അച്ഛൻ വണ്ടി ഓടിച്ചില്ല. പിന്നെ ഡ്രൈവർ വെച്ചിട്ടൊക്കെ ഓടിച്ചിരുന്നു. അങ്ങനെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ പെട്രോളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പറും കൊടുക്കാം, നമുക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പറഞ്ഞോന്ന് മാത്രം, വേറെ ഒന്നുമില്ല. അങ്ങനെ പിന്നെ പറമ്പിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ പറമ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് കുറച്ച് മരങ്ങളൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. ഇപ്പോൾ കുറേ വൃത്തിയാവുന്നുണ്ട്. ഈ മഴ കാരണം എല്ലാ ദിവസവും പണിക്കാരുണ്ടാവില്ല. അപ്പോൾ പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ബാക്കിലും കൂടെ വൃത്തിയാക്കിയിട്ട് ഞാൻ പറമ്പ് കാണിക്കാം. എന്നിട്ട് കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കാട് പോലെ ആക്കണമെന്നാണ് ജാൻചേട്ടൻ പറയണ്ടായിരുന്നത്. അപ്പം അതുപോലെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പറമ്പൊക്കെ വൃത്തിയായിട്ട് ഉള്ളിലോട്ട് പോയി നടക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിറച്ച് ചെടികളൊക്കെ നിറച്ച് കൊതുകുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്പം മഴ വിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കുക, ദൂരങ്ങളിലോട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ. കുട്ടേട്ടനെ കുറേ ദിവസമായി എല്ലാവരും ചോദിക്കുന്നുണ്ട്, വീണ ചേച്ചി നാട്ടിൽ വന്നിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ കുട്ടേട്ട വിശേഷം? നല്ല വിശേഷം. മണിമാല അല്ല, ഞങ്ങള് പുതിയ ഇറക്കിയ മാലയാണ്. ഗുരുവായൂരപ്പൻ ലോകനെ കണ്ടുപിടിച്ചു, ഞങ്ങള് എത്തിച്ചു. ഇവര് അതിനു വേണ്ടി എത്ര സ്ഥലത്ത് നടന്നറിയുന്നു. കുട്ടേണ്ണ കാണിച്ചല്ലോ, കുട്ടേണ്ണ കണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ.